ഹിഫ്ള് പഠിക്കുന്ന വ്യക്തി റമദാൻ ആയാൽ ഹിഫ്ള് പഠനം നിർത്തിവെച്ച് ഖുർആൻ ഖത്തം ചെയ്യലാണ് വേണ്ടത് എന്നാണ് ശ്രോതാവിൻ്റെ സംശയം. റമദാൻ മാസം നമുക്കറിയാവുന്നത് പോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫിഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനുമായിട്ടുള്ള ബന്ധങ്ങൾ അത് ഓതുവാനും കൂടുതൽ തവണ ഓതി തീർക്കാനും ഖത്മ് ചെയ്യാനൊക്കെ പരിശ്രമിക്കേണ്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് വിശുദ്ധ ഖുർആൻ മുറാജ നടത്താറുണ്ടായിരുന്നു. ഫസ്റ്റ് മുതൽ തുടക്കം മുതൽ അവസാനം വരെ നബിയെ കൊണ്ട് ഓതിപ്പിക്കും. ഒരു തവണ, 2 തവണ, 3 തവണയൊക്കെ അത് റമദാനിൽ ആവർത്തിക്കാറുണ്ട് എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം ഹിഫ്ള് പഠിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കുന്നതിനേക്കാൾ ഉപരി ഖുർആൻ ഓതി തീർക്കുക എന്നതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 2 രൂപങ്ങൾ അവിടെ അദ്ദേഹത്തിന് സ്വീകരിക്കാം. ഒന്ന്, വിശുദ്ധ ഖുർആൻ ഓതാൻ ഒരു സമയം കണ്ടെത്തുക, അതിലൂടെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഖത്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മറ്റു ഒരു സമയം, വേറൊരു സമയം അതിന് പറ്റുമെങ്കിൽ ഹിഫ്ളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയവും കൂടി മാറ്റിവെക്കുക. ഇങ്ങനെ ഹിഫ്ളാക്കുകയും ഖുർആൻ ഓതി തീർക്കുകയും ചെയ്യുക എന്ന 2 നന്മകളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം. അങ്ങനെ അവന് സാധിക്കുമെങ്കിൽ അങ്ങനെയാണ് അയാൾ ചെയ്യേണ്ടത്. എന്നാൽ ഒരാൾക്ക് ഹിഫ്ള് ആക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഓതാനുള്ള സമയം കിട്ടുകയില്ല എങ്കിൽ തൽക്കാലം ഹിഫ്ള് ചെയ്യുക എന്നുള്ളത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഖുർആൻ ഓതി തീർക്കുക എന്നതിന് പ്രാമുഖ്യം കൊടുക്കുക. അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി റമദാനിൽ കൊടുക്കേണ്ടത് എന്നതാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഹിഫ്ള് ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അത് ഇനി സമയം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഖുർആൻ ഓതി തീർത്തുകൊണ്ട് ഖത്മ് തീർത്തുകൊണ്ട് ഓതി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായിരിക്കും അതിനേക്കാൾ പുണ്യകരമായിട്ടുള്ളത് എന്നതാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല ആലം.